ഹായ് ഫ്രണ്ട്സ്, ഡാഫഡിൽസ് ഡേസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. മുട്ട മാത്രം മതി, നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് വെള്ളവും വേണം. ഈ രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തേക്കുന്ന മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഞാൻ മുട്ട ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുട്ടയൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരു മുട്ടയല്ലേ എടുത്തുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പെടുത്താൽ മതി. കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ വെള്ളമാണ്. വെള്ളം നമുക്ക് ഒരു 1/4 കപ്പ് മതി, ഒരുപാട് വേണ്ട. ഒരു മുട്ടയല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു 1/4 കപ്പ് മതി. ഇനി നമുക്ക് ഈ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഞാൻ ഇപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം ഞാനിവിടെ മുട്ടയിൽ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടയും നമ്മുടെ വെള്ളവും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായി വരണം. രണ്ട് ഐറ്റംസും കൂടെ ഉള്ളത് കൊണ്ട് മുട്ടയും വെള്ളവും കൂടെ മിക്സാക്കി എടുക്കാൻ ഒരു ഇത്തിരി പാടുണ്ട്. എന്നാലും അത് പരിശ്രമിച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് അതൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നല്ല രീതിയിൽ മിക്സ് ആവണം. ഒരു വൈറ്റ് കളറും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കാൻ പാടില്ല. നല്ല രീതിയിൽ മിക്സായി യെല്ലോ കളർ തന്നെ ആവണം. നല്ല രീതിയിൽ മിക്സായി വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊന്നും ആകുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയുള്ള പാകം വരണമെന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കാണിക്കുന്നത്. എന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റ് എടുത്തത് എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അത് വെള്ളത്തിലല്ലേ വെച്ചല്ലേ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്ലാസിൻ്റെ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കൂടുതലും പൊട്ടിപ്പോവാനാണ് സാധ്യത. ചിലതൊക്കെ അങ്ങനെ പൊട്ടിപ്പോവാതിരുന്നിട്ടുള്ളൂ. അങ്ങനെ പൊട്ടിപ്പോവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. കണ്ട ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഇത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സ്റ്റീം ചെയ്തെടുത്തേക്കുന്ന 12 മിനിറ്റ്സിലേക്കാണ്. 12 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുവാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ സംഭവം റെഡി. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തി ആയിട്ടും നല്ല സ്പോഞ്ചി ആയിട്ടും ഇരിക്കുന്ന ഒരു ഐറ്റമാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ മുട്ടയൊക്കെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ്, നല്ല സൂപ്പറാണ്. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നു. ഫ്ലഫി കേക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, സ്പോഞ്ച് കേക്ക്. അതുപോലെ തന്നെ നല്ല സ്റ്റീംഡ് എഗ്ഗാണ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ബൈ ബൈ.